ഈ പൗരത്വ നിയമ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പൊതുയോഗങ്ങളിൽ പച്ചക്കള്ളം പറയുകയാണ്. നട്ടാൽ കുരുക്കാത്ത നുണയാണ് പറയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പോയില്ല എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പോയി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിൻ്റെ രേഖകൾ ഞങ്ങൾ ഹാജരാക്കി ഇല്ലേ, പാർലമെൻറ്റിലെ ഡോക്യുമെൻറ്റ്സ്. പാർലമെൻറ്റിൽ കോൺഗ്രസ് എം പിമാർ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ UDF എം പിമാർ തന്നെ പ്രസംഗിച്ചതിൻ്റെ പ്രസംഗം ഞാൻ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. പാർലമെൻറ്റിലെ പ്രസംഗം രാജ്യസഭാ ടി വിയിലും ലോക്സഭാ ടി വിയിലും ഒക്കെ ഉണ്ട്. പൗരത്വ നിയമത്തിനെതിരായിട്ട് ഡോക്ടർ ശശി തരൂരും NK പ്രേമചന്ദ്രനും ET മുഹമ്മദ് ബഷീറൊക്കെ സംസാരിച്ച പ്രസംഗങ്ങൾ. ഈ ഒരു മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇതുപോലെ നുണ പറയാൻ പറ്റുമോ? ഇത് മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രം. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ പൗരത്വ നിയമ പ്രശ്നത്തെ ദുരുപയോഗം ചെയ്യാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ആളാണ് പിണറായി വിജയൻ. 2019 നടന്ന പ്രക്ഷോഭണത്തിൽ 835 കേസെടുത്തിട്ട് 69 കേസ് മാത്രം പിൻവലിച്ച ആളാണ്. ഈ നാടിന് ഉറപ്പ് കൊടുത്താണ് എല്ലാ കേസും പിൻവലിക്കുമെന്ന്. എന്നിട്ട് ഒരു കേസ് ആകെ 69 കേസ് മാത്രം പിൻവലിച്ച് ബാക്കിയുള്ള കേസുകൾ പിൻവലിക്കാതെ BJPയെ സന്തോഷിപ്പിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രശ്നമുള്ളൂ, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അജണ്ട പൗരത്വ നിയമപ്രശ്നം മാത്രമാകണം. മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ ദുരുപയോഗം ചെയ്യണം. കോൺഗ്രസ് കേരളത്തിലെ എത്ര സ്ഥലത്ത് പരിപാടികൾ നടത്തി, CPM നടത്തിയതിനേക്കാൾ കൂടുതൽ പരിപാടികൾ കേരളത്തിൽ നടത്തി. എല്ലായിടത്തും നൈറ്റ് മാർച്ചുകൾ നടത്തി, എല്ലാ സ്ഥാനാർത്ഥികളുടെയും നേതൃത്വത്തിൽ പരിപാടി നടത്തി. പാർട്ടി സെക്രട്ടറി രാജ്ഭവൻ്റെ മുമ്പിൽ KPCC പരിപാടി നടത്തി. ഇതൊന്നും ഞങ്ങൾക്ക് പിണറായി വിജയനെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതുപോലെ ഗൗരവതരമായി വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി BJP കൊണ്ടുവന്ന ഒരു ചട്ടം അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പിണറായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ BJPയുടെ ലക്ഷ്യവും പിണറായി വിജയൻ്റെ ലക്ഷ്യവും ഒന്ന് തന്നെയാണ്, വോട്ട് കിട്ടുക അതിൻ്റെ അകത്തുനിന്ന്. അതാണ് ഞങ്ങൾ പൗരത്വ നിയമത്തെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആയുധമാക്കി മാറ്റില്ല. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ പ്രസംഗിച്ചില്ലെന്ന് പറയണത്. എന്നാൽ CPMകാരെ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ? രാഹുൽ ഗാന്ധിയുടെ ഈ CAAക്കെതിരായിട്ടുള്ള എത്ര പ്രസംഗങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? മുഖ്യമന്ത്രി ദേശാഭിമാനി മാത്രം വായിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത്. സത്യത്തിൽ മനസ്സിലായില്ലേ? സുരേന്ദ്രന്റെ വയനാട്ടിലേക്കുള്ള വരവിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ എന്താ? അത് അവരുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ. അദ്ദേഹം അവിടെ പോയി മത്സരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വിധി അതാണ്, അവിടെ പോയി മത്സരിക്കാൻ. അദ്ദേഹം എവിടെ മത്സരിച്ചാലും ഒരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം വിസയുടെ കാര്യമൊക്കെ ഞാൻ പറയുന്നത് കേട്ട്. അദ്ദേഹം ഈ പെർമനന്റ് വിഷയമായി നടന്നിട്ട് ഒരു സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങളെ അടുപ്പിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തെ ഇതുവരെ. അദ്ദേഹം മത്സരിക്കട്ടെ. മത്സരിക്കാനൊക്കെയുള്ള അവരുടെ അവകാശത്തെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. ഞങ്ങൾ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ എതിരാളികളെ പോലും അവർ മത്സരിക്കട്ടെ, അവർക്കുള്ള അവകാശത്തെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യില്ല.